നമസ്കാരം. ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തിയിട്ടും ട്രംപിന് മതിയാകുന്നില്ല. മറ്റു ലോകരാജ്യങ്ങളോടും കൂടി ഇന്ത്യക്കുമേൽ കൂടുതൽ തീരുവ ചുമത്താൻ ട്രംപ് ആവശ്യപ്പെടുകയാണ്. ശരിക്കും എന്താണ് അമേരിക്കയുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ സ്ഥിരം വെല്ലുവിളികൾ ഉയർത്തുന്നത്? അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാഷ്ട്രത്തലവന് ചേരുന്ന രീതിയിലാണോ ട്രംപിന്റെ പോക്ക്? പലപ്പോഴും പക്വതയില്ലാത്ത തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ G7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് G7-ലുള്ളത്. കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യക്കും 100% വരെ തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് G7 രാജ്യങ്ങൾക്ക് മുന്നിലും ഇതേ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇന്ത്യയോട് അമേരിക്കയ്ക്ക് ചില്ലറ ചോർച്ചിലൊന്നുമല്ല ഉള്ളതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അധിക തീരുവ എന്ന അന്യായം ഇന്ത്യക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പോലുള്ള വിപണികൾ കണ്ടെത്തി കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സാമ്പത്തികമായി തളർത്തുകയും ഇന്ത്യയുടെ വളർച്ചയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന അമേരിക്കൻ ലക്ഷ്യം നടക്കാതെ പോവുകയാണ്. അമേരിക്കയുടെ വിരട്ടൽ വിലപ്പോയില്ലെന്ന തോന്നലിലാണ് ട്രംപ് ഭരണകൂടം പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത്. റഷ്യന് ഇറക്കുമതി ചെയ്യുന്ന ചൈനയും ഇന്ത്യയും ഈ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന അമേരിക്കയുടെ ആരോപണം അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. പുതിയ കാല രാഷ്ട്രീയത്തിൽ അമേരിക്കൻ നയതന്ത്രം എങ്ങനെയാണ് മാറുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്വന്തം രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ചിലരാണ് ഈ രാജ്യങ്ങൾ. അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഇരട്ടത്താപ്പ് നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. റഷ്യയുമായി വാണിജ്യ ബന്ധങ്ങൾ പുലർത്തിയ മറ്റ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. G7 ഉച്ചകോടിയിൽ ഈ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വം ലോകത്ത് നിലനിർത്താനുള്ള ശ്രമമായി കാണണം. മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ പലതും വൻ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള വളർന്നു വരുന്ന ശക്തികൾക്ക് നേരെ അമേരിക്കൻ ഭരണകൂടം തിരിയുന്നത് അവരുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പലരും കാണുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാനും വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളെ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനും ട്രംപ് ശ്രമിക്കുകയാണ്. ഈ നീക്കങ്ങൾ ആഗോള വ്യാപാര ബന്ധങ്ങളെയും രാഷ്ട്രീയ സന്തുലനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒറ്റപ്പെട്ട തീരുമാനങ്ങളിലൂടെ ലോകത്തെ നിയന്ത്രിക്കാമെന്നുള്ള അമേരിക്കയുടെ പഴയ ധാരണകൾക്ക് ഈ പുതിയ ലോകക്രമത്തിൽ പ്രസക്തി നഷ്ടപ്പെടും. വിദേശ നയത്തിൽ മാനുഷിക മൂല്യങ്ങൾക്കും സമാധാനത്തിനും മുൻഗണന നൽകാതെ സാമ്പത്തിക ലാഭങ്ങൾ മാത്രം ലക്ഷ്യമിടുമ്പോൾ അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.